ഹായ് മിറക്കിൾ മേക്കേഴ്സ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ബ്ലോക്കേജസ് മാറുന്നില്ലേ? മണി ബ്ലോക്ക് ആയിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ബ്ലോക്ക് ആയിരിക്കാം, സക്സസിലേക്കുള്ള കരിയർ ബ്ലോക്ക് ആയിരിക്കാം. അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ നിങ്ങളെ ക്ലെൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളെ ക്ലെൻസ് ചെയ്യുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം രാവിലെ എഴുന്നേറ്റ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന പല ആളുകൾ, പല സാഹചര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിലും ഓറയിലും നെഗറ്റിവിറ്റി നിറയുന്നതായിരിക്കും. ഈ നെഗറ്റിവിറ്റി നമ്മൾ ഉറങ്ങുമ്പോഴും ക്യാരി ത്രൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മളോട് നമ്മളുടെ ഓറ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് മാറുന്നതായിരിക്കും. പതിയെ 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 പെർമനന്റ് ആയിട്ട് നമ്മുടെ ഓറ ഒരു നെഗറ്റീവ് ആയിരിക്കുന്നതായിരിക്കും. നമുക്ക് ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടോ എന്തൊക്കെയോ ഒരു അസഹിഷ്ണുത നമുക്ക് തോന്നാറില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓറ വളരെ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് സാൾട്ട് വാട്ടർ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ടിപ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. സോൾട്ട് വാട്ടർ ടെക്നിക്ക് എന്ന് പറയുന്നത്, സോൾട്ട് എന്നത് നമ്മുടെ നെഗറ്റിവിറ്റി മാറ്റുവാനായിട്ടും നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ, നമ്മുടെ സ്പേസ് ക്ലെൻസ് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് സോൾട്ട്. ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ പ്യുവർ സോൾട്ട് ആണ്. അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യാത്ത നോർമൽ സോൾട്ട്. അത് കല്ലുപ്പ് വേണമെങ്കിൽ എടുക്കാം, പൊടിയുപ്പ് വേണമെങ്കിൽ എടുക്കാം, പിങ്ക് ഉപ്പ് വേണമെങ്കിൽ എടുക്കാം, ഏത് ഉപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ വേണം. ആ ഒരു വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നിങ്ങളൊരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പെടുത്ത് വെക്കുക. ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. നിങ്ങളുടെ ഇന്റൻഷൻ എന്താണോ, അത് എന്താണോ നിങ്ങൾക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത് അത് എഴുതുക. പ്ലീസ് ക്ലെൻസ് മൈ മണി ബ്ലോക്ക്, അല്ലെങ്കിൽ പ്ലീസ് ക്ലെൻസ് മൈ റിലേഷൻഷിപ്പ് ബ്ലോക്ക്, എന്താണോ അത് എഴുതുക. എന്നിട്ട് ആ പേപ്പറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോള് ചെയ്യുക, അല്ലെങ്കിൽ മടക്കി എടുക്കുക. കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടേതായ രീതിയിൽ ഏതൊരു കാര്യവും ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതുപോലെ അച്ചടിച്ചതുപോലെ ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന മാറ്റിയെടുക്കാവുന്നതാണ്. എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾക്കും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും യൂണിവേഴ്സിനും ഒക്കെ കണക്റ്റ് ആയിരിക്കുന്നത് നമ്മളുടേതായ രീതിയിലുള്ളൊരു പ്രാർത്ഥന എടുക്കുമ്പോഴാണ് അല്ലേ? നിങ്ങളൊരു പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പം ഉണ്ടാകുന്നൊരു ഫീലിനേക്കാളും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പ്രാർത്ഥിക്കുക. അതായത് യൂണിവേഴ്സ്, എൻ്റെ ഈ മണി ബ്ലോക്ക് നീ ക്ലെൻസ് ചെയ്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി, അതായത് സന്തോഷം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മണി ബ്ലോക്ക് മാറ്റി തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇനി ആ കുപ്പിയിലേക്ക്, വാട്ടർ ബോട്ടിലേക്ക് 1-2 സ്പൂൺ ഉപ്പിടുക. അത് എത്ര സ്പൂൺ വേണമെങ്കിലും ഇടാം. നിങ്ങൾ ഓരോ സ്പൂൺ ഇടുമ്പോഴും അത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക, എൻ്റെ ഈ ബ്ലോക്ക് ക്ലെൻസ് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ആ വാട്ടർ ബോട്ടിലേക്ക് നിങ്ങളുടെ പേരെഴുതിയ ആ ഒരു ആ പേപ്പർ അതിനകത്ത് ഇടുക. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് ഈ വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിനോട് പറയേണ്ടത്? യൂണിവേഴ്സ്, എൻ്റെ ഈ മണി ബ്ലോക്കുകൾ മാറ്റി തന്നതിന് താങ്ക് യു. ആ ഒരു സമയത്ത് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത് നല്ലതാണ്. എൻ്റെ ലൈഫിൽ നീ ഇതൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ തന്നില്ലേ, ഇന്ന ഉയർച്ചകൾ എനിക്ക് നീ തന്നു, അതുപോലെ തന്നെ എൻ്റെ ഈ മണി ബ്ലോക്കും നീ മാറ്റി തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബോട്ടിൽ ആരും എടുക്കാത്തടത്തോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെക്കുക. വീട്ടിലുള്ള ആളുകളുടെ അടുത്ത് പറയണം, ഇത് എടുക്കരുത്, ഇതിനകത്ത് ഉപ്പ് വെള്ളമാണെന്നുള്ളത്. ചിലപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ അതെന്താണെന്ന് അറിയാതെ ചിലപ്പോൾ എടുത്ത് കുടിക്കുകയോ മറ്റോ ചെയ്യും. കാരണം അതിനകത്ത് ഫുള്ള് നിങ്ങളുടെ നെഗറ്റിവിറ്റി, നിങ്ങളുടെ ഓറയുടെ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് വെക്കുന്ന റൂമിലെ നെഗറ്റിവിറ്റി ഇത് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വെള്ളം കുടിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം കുടിക്കുന്നവർക്ക് ഈ നെഗറ്റിവിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തൊന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്, വീട്ടിലുള്ളവരുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി ഈ വാട്ടർ ബോട്ടിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാം. അതായത് നിങ്ങളുടെ മണി ബ്ലോക്ക് ഹീലായിരിക്കുന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെയിലി ഉള്ള നിങ്ങളുടെ ഈ ഓറയിലുള്ള നെഗറ്റിവിറ്റി ആ വാട്ടർ ബോട്ടിലേക്ക് അബ്സോർബ് ആവുന്നതായിരിക്കും. ഒരു 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം മാറ്റാവുന്നതാണ്.
ഈ വെള്ളം കുടിക്കുവാനോ കുളിക്കുവാനോ ഒന്നും ഉപയോഗിക്കരുത്. ഇത് ഡിസ്കാർഡ് ചെയ്യുക, ടോയ്ലറ്റിലോ മറ്റോ ഫ്ലഷ് ചെയ്ത് കളയുകയാണ് വേണ്ടുന്നത്. ഇതാരും ചവിട്ടുകയോ തൊടുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇത് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വെള്ളമാണത്. അത് നിങ്ങൾ ആരെ സ്പർശിക്കുന്നു അല്ലെങ്കിൽ ആരത് ഉപയോഗിക്കുന്നു അവരിലേക്ക് ആ നെഗറ്റിവിറ്റി വന്നു കയറുന്നതായിരിക്കും. അപ്പോൾ അത് ഫ്ലഷ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഹീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളം നിറച്ച് ഉപ്പിട്ട് നിങ്ങളുടെ ഹീലിംഗ് ബ്ലോക്ക് എന്താണോ ആ ബ്ലോക്കിന്റെ പേര് എഴുതി നിങ്ങളുടെ പേരും എഴുതി ആ പേപ്പറിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ വെക്കാവുന്നതാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. ഇത് വർഷങ്ങളായിട്ട് പുരാതന കാലം തൊട്ടേ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളുടെ വീട്ടിലെ നെഗറ്റിവിറ്റി ആയാലും നമ്മളുടെ ഓറയിലെ നെഗറ്റിവിറ്റി ആയാലും ഉപ്പ് കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.